അടുത്ത പ്രോബ്ലം മോഡ്യൂൾ 2-ൽ a brass bar of 25 mm dia is enclosed in a steel tube of 25 mm internal diameter and 50 mm external diameter. ഈ പ്രോബ്ലം ഇതുപോലത്തെ പ്രോബ്ലം നേരത്തെ ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും കണ്ടിട്ടുണ്ട്. അതിനകത്ത് സ്റ്റീലും കോപ്പറുമാണ് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് സ്റ്റീലും ബ്രാസും ആണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോബ്ലമിനകത്ത് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡിസംബർ സ്റ്റീലും കോപ്പറും വെച്ചിട്ടുള്ള പ്രോബ്ലം അല്ലേ ഡിസംബർ 2023 പ്രോബ്ലമിനകത്ത് ദ സെയിം പ്രോബ്ലം തന്നെയാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ സ്ട്രെസ്സാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, സ്ട്രെസ് ഇൻ സ്റ്റീലും സ്ട്രെസ് ഇൻ കോപ്പറും ആണ് കണ്ടുപിടിച്ചത്. ഇതിനകത്ത് സ്ട്രെസ്സ് തന്നിട്ടുണ്ട്, നമ്മൾ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗിവൺ ഡേറ്റ നമ്മൾ എഴുതി. ഓക്കെ, ES EB ആൽഫ എസ് ആൽഫ ബി, പിന്നെ ഇതിൻ്റെ മീറ്റർ സ്ക്വയറിലല്ലേ, അതുകൊണ്ടാണ് MM-ലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ദ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ആദ്യം ഈ ആൽഫ ബി ആൽഫ എസ് കമ്പയർ ചെയ്യുക. ഓക്കെ, ആൽഫ ബി ആൽഫ എസ് കമ്പയർ ചെയ്യുക. ഇതിനകത്ത് ഏതാ കൂടുതലെന്ന് നോക്കണം. അപ്പം നോക്കിക്കേ, ഇതിനകത്ത് ഏതാ കൂടുതൽ? 18.7 ഉണ്ട്, 11.6 ഉണ്ട്. ആൽഫ ബി അല്ലേ കൂടുതൽ. അപ്പോൾ ആൽഫ ബി ബ്രാസ് റോഡ് എക്സ്പാൻഡ് മോർ ദൻ ദ സ്റ്റീൽ. ഓക്കെ, ഏതാണ് കൂടുതൽ എന്ന് വെച്ചാൽ അതാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പോയിന്റ് എഴുതുക. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവർ രണ്ട് എൻഡും ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ends ഫിക്സ്ഡ് ആണെങ്കിൽ ഇതിൻ്റെ ആൽഫ വാല്യൂ കൂടുതലാണോ അത് നോക്കുക. അതിന് കംപ്രഷൻ ആണ് ഇരിക്കുന്നത്. ഓക്കെ, ദർ വിൽ ബി എ ഡിക്രീസ് ഇൻ ദ ലെങ്ത്. ഓക്കെ, അപ്പം മറ്റതിനോ സ്റ്റീലിനോ ഏതാ ആൽഫ വാല്യൂ കുറവായിട്ടിരിക്കുന്നോ അതിനകത്ത് ടെൻഷനാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ബ്രാസ് വിൽ ബി പ്രിവെൻറ്റഡ് ഫ്രം എക്സ്പാൻഷൻ ആൻഡ് ഇറ്റ് വിൽ ബി പുട്ട് ഇൻ ടു കംപ്രഷൻ ആൻഡ് ദ സ്റ്റീൽ വിൽ ബി പുട്ട് ഇൻ ടെൻഷൻ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആൽഫ ബി ആൽഫ എസ് കമ്പയർ ചെയ്യുക. ഏതാ കൂടുതൽ എന്ന് വെച്ചാൽ അവിടെ കംപ്രഷനും, ഏതാ കുറവെന്ന് വെച്ചാൽ അതിനകത്ത് ടെൻഷനുമാണ് ഇരിക്കുന്നത്. അണ്ടർ ഈക്വലിബ്രിയം കണ്ടീഷൻ compressive load in brass must be equal to the tensile load in steel. ഓക്കെ, അപ്പം കംപ്രസീവ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ട്രെസ് ഇൻ ടു ഏരിയ. സ്ട്രെസ് ഇൻ ദ ബ്രാസ് ഇൻ ടു ഏരിയ ഓഫ് ദി ബ്രാസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻ ദ സ്റ്റീൽ ഇൻ ടു ഏരിയ ഇൻ ടു സ്റ്റീൽ. ടേക്ക് ദിസ് ഈക്വേഷൻ എസ് 1. നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതാദ്യം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, സ്റ്റീലിനകത്ത് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഡയാമീറ്റർ ഉള്ളത് കൊണ്ട് ഡയാമീറ്റർ ഔട്ടർ ഡയാമീറ്റർ ദ ഹോൾ സ്ക്വയർ മൈനസ് ഇന്നർ ഡയാമീറ്റർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അതാണ് എഴുതി ഏരിയ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ കംപ്രസീവ് സ്ട്രെസ് ഇൻ ബ്രാസ് 48.7 MN/mm² തന്നതുകൊണ്ട് ആ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്ട്രെസ് ഇൻ ദ സ്റ്റീൽ എന്താണ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വി നോ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ മസ്റ്റ് ബി ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ്. ഓക്കെ, അപ്പം ഇത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം, ഇത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തില്ലേ, ഇത് സെയിം പ്രൊസീജിയറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ. അപ്പം ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്രീ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ പ്ലസ് എക്സ്പാൻഷൻ ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ്, ദാറ്റ് ഈസ് യുവർ ഡെൽറ്റ എൽ. ഓക്കെ, ഫ്രീ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ആൽഫ എസ് ടി ഇൻറ്റു എൽ. ഓക്കെ, പ്ലസ് എക്സ്പാൻഷൻ ഡെൽറ്റ എൽ ആണ് വേണ്ടത്. സോ സ്ട്രെസ് ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു എൽ, ഒറിജിനൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീലിൻ്റെ ഫോർമുല എഴുതി. ഇതുപോലെ തന്നെ ഈ എസിന് പകരം ബി ഇടുമ്പോഴത്തേക്ക് ബ്രാസിൻ്റെ ഇക്വേഷനും നമുക്ക് കിട്ടി. ഒരേ ഒരു ഡിഫറൻസ് എന്തുവാ? ഇവിടെ കംപ്രഷൻ ആയതുകൊണ്ട് നമ്മൾ മൈനസ് ഇടണം, പ്ലസ് ഇടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, അതല്ലേ നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാ വാല്യൂസ് നമുക്ക് അറിയാം ഉള്ളത് നോക്കിക്കോ. ആ വാല്യൂസ് എല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടെമ്പറേച്ചർ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനകത്ത് എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം, ഈ ടീനില്ലേ, ഈ ടീ എന്ന് പറയുന്നത് ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ നമുക്കറിയത്തില്ല, ഇനിഷ്യൽ ടെമ്പറേച്ചർ 20 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഇടേണ്ടത്. ഓക്കെ, T - 20 ഇട്ടിട്ട് 100 ഇത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലം എ സ്റ്റീൽ ഫ്ലാറ്റ് 150 mm wide
15 mm thick and 6 meter long, carries a pull of 270 kilonewton. Find the extension in length and contraction in the width and thick under the pull. Given Poisson's ratio E in terms of giganewton per meter square ലാണ്. Also calculate the change in volume കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡേറ്റ എഴുതി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ എം സ്ക്വയറിലോട്ട് നമ്മൾ മാറ്റി. ഓക്കെ ഫൈൻ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ചേഞ്ച് ഇൻ ലെങ്ത്, വിത്ത്, തിക്ക് കണ്ടുപിടിക്കണം. പിന്നെ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഫോർമുല എന്തുവാ? മ്യൂ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോങ്കിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, മ്യൂ തന്നിട്ടുണ്ട്. അതായത് ലാറ്ററൽ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? നമ്മുടെ വിത്തും തിക്നെസ്സുമാണ് വരുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്നത് ലെങ്ത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഫോർമുല എഴുതുക. ഡെൽറ്റ എൽ ബൈ എൽ ആണ് ചേഞ്ച് ഇൻ ലെങ്ത്. ഈ ഡെൽറ്റ എൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? പി എൽ ഡിവൈഡ് ബൈ എ ഇ ആണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ ഫോർമുല എവിടെ വന്ന് കിട്ടീന്ന്? ഇ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നുള്ള ഫോർമുലയാണ്. ഓക്കെ, ഈ ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാനുള്ളത് ഫോർമുല എന്തുവാ? ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം. ഓക്കെ, ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം. അപ്പോൾ ആദ്യം നമുക്ക് ഡെൽറ്റ എൽ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാലോ, പി എൽ ഡിവൈഡ് ബൈ എ എ. അപ്പോൾ എല്ലാ വാല്യൂസും ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഡെൽറ്റ എൽ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ എന്തുവാ? ഡെൽറ്റ എൽ ബൈ എൽ ഒറിജിനൽ ലെങ്ത് ഇടുമ്പോഴത്തേക്ക് ഡെൽറ്റ എൽ ബൈ എൽ കിട്ടും. ഇതിന് നോ യൂണിറ്റ് ആണ്, ബിക്കോസ് ഇതും എം എം ആയതുകൊണ്ട് നോ യൂണിറ്റ് ആണ്. സ്ട്രെയിന് നോ യൂണിറ്റ് ആണ്, അതെല്ലാവർക്കും അറിയാം. ചേഞ്ച് ഇൻ വിത്ത് കണ്ടുപിടിക്കണം, ചേഞ്ച് ഇൻ തിക്നെസ് കണ്ടുപിടിക്കണം. ഈ മ്യൂ എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇപ്പോൾ ഡെൽറ്റ ഡബ്ല്യു ചേഞ്ച് ഇൻ വിത്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ വിത്ത് ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഈ വാല്യൂ നമുക്കറിയാം, പോയ്സൺസ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ ഡബ്ല്യു ബൈ ഡബ്ല്യു എന്താണ് കിട്ടും? ഇപ്പോൾ ഡബ്ല്യു ഒറിജിനൽ വിത്തോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ ഡബ്ല്യു ചേഞ്ച് ഇൻ വിത്ത് എന്താണ് നമുക്ക് കിട്ടി. ഓക്കെ, ചേഞ്ച് ഇൻ തിക്നെസ് അതുപോലെ തന്നെ മ്യൂ ഇസ് ഈക്വൽ ടു, ഇവിടെ മ്യൂ ഇസ് ഈക്വൽ ടു തിക്നെസ്സിൻ്റെ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡെൽറ്റ എൽ ബൈ എൽ. അതുപോലെ തന്നെ ഡെൽറ്റ ടി നമ്മൾ കണ്ടുപിടിച്ചു. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ ഫോർമുല എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ്റ്റൻഷൻ ഇൻ ദ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ദ കോൺട്രാക്ഷൻ ഇൻ ദ വിത്ത് ആൻഡ് തിക്നെസ്സും കണ്ടുപിടിച്ചു. അടുത്ത നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ചേഞ്ച് ഇൻ വോള്യൂം ആണ് കണ്ടുപിടിക്കേണ്ടത്. ചേഞ്ച് ഇൻ വോള്യൂം എന്തുവാ? ഫൈനൽ വോള്യൂം മൈനസ് ഇനിഷ്യൽ വോള്യൂം. ഒറിജിനൽ വോള്യൂം എന്തുവാ? എൽ ബി ഡി ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എന്താണ് കിട്ടി. ഓക്കെ, ഫൈനൽ വോള്യൂം എന്തുവാ? എൽ പ്ലസ് ഡെൽറ്റ എൽ, ബി പ്ലസ് ഡെൽറ്റ ബി, തിക്നെസ് പ്ലസ് ഡെൽറ്റ ടി. ഇതിനകത്ത് ഒരു കാര്യം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ലെങ്ത് ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം. ഫൈനൽ വിത്തും തിക്നെസ്സും കോൺട്രാക്ഷൻ ഇൻ ദ വിത്തും തിക്നെസ്സും ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് മൈനസ് ചെയ്യണം. മൈനസ് ഓക്കെ, പ്ലസ് അല്ല. ഇവിടെ ഇൻക്രീസ് ആകുന്നില്ല, ലെങ്ത് മാത്രമേ ഇൻക്രീസ് ആവുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്യുക. ലെങ്ത് പ്ലസ് എക്സ്റ്റൻഷൻ, വിത്ത് മൈനസ് ഡിക്രീസ് ഇൻ ദ ലെങ്ത്, അതുപോലെ തിക്നെസ് ഡിക്രീസ് ഇൻ ദ തിക്നെസ്. അപ്പം നമുക്ക് ഇത് ഒരു വാല്യൂ കിട്ടി. ഇപ്പോൾ ഡെൽറ്റ വി എന്തുവാ? ഫൈനൽ വോള്യൂം മൈനസ് ഇനിഷ്യൽ വോള്യൂം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി ആൻസർ നമുക്ക് ഫൈനലായിട്ട് എഴുതാം. ഈ ഡെൽറ്റ വി കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു ഫോർമുലയും ഉണ്ട്. ആ ഫോർമുലവും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഈ ഫോർമുല എന്തുവാണെന്ന് വെച്ചാൽ ഇത് സെക്കൻഡ് മെത്തേഡാണ്. ഇത് എന്തെങ്കിലും അതും ചെയ്യാം ഇതും ചെയ്യാം. ഡെൽറ്റ വി ബൈ വി ആണ് നമ്മൾ വോള്യൂമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇ വി. ഓക്കെ, ഇ വി കണക്റ്റഡ് ടു പോയ്സൺസ് റേഷ്യോ ഒരു ഫോർമുല ഉണ്ട്. ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ ആണ്. ഓക്കെ, ഡെൽറ്റ എൽ ബൈ എൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മ്യൂ നമുക്കറിയാം, തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇ വിൻ്റെ വാല്യൂ കിട്ടും. ഇ വി എന്തുവാ? ഡെൽറ്റ വി ബൈ വി ആണ്. അപ്പോൾ ഇ വി ഇൻറ്റു വി ആൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ വി എന്താണ് കിട്ടും. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ, അടുത്ത പ്രോബ്ലം. എ റോഡ് 12.5 mm in dia is stretched 3.2 mm under a steady load of 10 kilonewton. ഓക്കെ, ആ റോഡിൽ 10 kilonewton അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 3.2 mm എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. സ്റ്റഡി ലോഡാണ്.
വാട്ട് സ്ട്രെസ്, അപ്പോൾ നമ്മൾ സ്ട്രെസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബാർ ബൈ എ വെയ്റ്റ് ഓഫ് 700 ന്യൂട്ടൺ ഫോളിങ് ത്രൂ 75 mm. 75 mm എന്ന് പറയുന്നത് ഹൈറ്റാണ്. ഈ ഹൈറ്റ് ലെന്ത് 700 ന്യൂട്ടണിലുള്ള ഒരു വെയ്റ്റ് വരുമ്പോൾ ഇടുമ്പോൾ വാട്ട് ഈസ് ദ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്ന മുൻപ് റോഡ് അൺസ്ട്രെസ്ഡ് ആണെന്നുള്ളത് അവർ പറഞ്ഞു. ഈ തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നോക്കാം കേട്ടോ. ഗിവൺ ഡേറ്റ, ഡയാമീറ്റർ ഓഫ് ദ റോഡ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഏരിയ കണ്ടുപിടിക്കാം. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഡെൽറ്റ എൽ അവർ തന്നിട്ടുണ്ട്, അതും നമ്മൾ എഴുതി. സ്റ്റഡി ലോഡാണ് ഇത്, 10 കിലോ ന്യൂട്ടൺ. അപ്പോൾ അത് ന്യൂട്ടണിലോട്ട് മാറ്റി. ഫാളിംഗ് വെയ്റ്റ്, ഫാളിംഗ് ലോഡ് 700 ന്യൂട്ടൺ ആണ്. ഏത് ഹൈറ്റ് ലെന്താണ് നമ്മൾ ഇടുന്നത്, 75 mm ആണ്. ഈ തന്നിട്ടുണ്ട്. അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എമ്മിലോട്ട് നമ്മൾ മാറ്റി. ഓക്കെ, നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബാറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലങ്ങളിലുള്ള ഒറ്റ ഫോർമുലാവേ ഉള്ളൂ. സ്ട്രെസ് ഇസ് ഈക്വൽ ടു പി ബൈ ഏരിയ ഇൻറ്റു 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 2AEH ഡിവൈഡ് ബൈ പി ഇൻറ്റു എൽ. ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുക. ഇതിനകത്ത് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സ്ട്രെസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒറ്റ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ പി ഇല്ലേ, ഈ പി ആണ് ഫാളിംഗ് വെയ്റ്റ് ആണ്. ഈ ഫാളിംഗ് ലോഡ് 75 mm നമ്മൾ ഇടുന്നില്ലേ ഒരു ലോഡ്, അതാണ് പി. ഓക്കെ, ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനകത്തും ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. യങ്സ് മോഡുലസ് അറിയാമോ? യങ്സ് മോഡുലസ് അറിയാം, ഗിവൺ ഡേറ്റാനകത്തും ഉണ്ട്. ഹൈറ്റ് 75 mm തന്നിട്ടുണ്ട്. ഫാളിംഗ് ലോഡ് നമുക്കറിയാം. എൽ അറിയാമോ? എൽ അറിയത്തില്ല. അപ്പോൾ ആദ്യം എൽ കണ്ടുപിടിക്കണം. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. സ്ട്രെസ് നമ്മുടെ കയ്യിലുണ്ട്. സ്ട്രെയിന് ഡെൽറ്റ എൽ ബൈ എല്ലിന് അറിയാം അല്ലേ, ഡെൽറ്റ എൽ ബൈ എല്ലിന് അറിയാം. അതിലിരുന്ന് നമുക്ക് എൽ കണ്ടുപിടിക്കാം. ഓക്കെ, ബിക്കോസ് ഡെൽറ്റ എല്ലും നമുക്ക് തന്നിട്ടുണ്ട്. സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഗിവൺ ഡേറ്റയാണ്, അതുകൊണ്ട് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാം. സ്ട്രെസ് ഇസ് ഈക്വൽ ടു സ്റ്റഡി ലോഡ് ഡിവൈഡ് ബൈ ഏരിയ. അപ്പോൾ സ്ട്രെസ് കണ്ടുപിടിച്ചു. സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ആണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഈസ് എൽ. ഓക്കെ, അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഈ ഫോർമുലനകത്ത് എൽ എന്താണ് കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് എല്ലാ ഫോർമുലനകത്ത് എല്ലാ വാല്യൂസും നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്ട്രെസ് എന്താണ് കിട്ടും. ഓക്കെ.